വോട്ട് വിഹിതം തന്നേക്കാൾ കൂടുതൽ ജനപിന്തുണയിൽ ശൈലജയുടെ 7 അയലത്ത് എത്തുന്നുമില്ല. ഇതിൽ കൂടുതൽ എന്താണ് പിണറായിക്ക് ശൈലജയെ വെട്ടാൻ കാരണം വേണ്ടത്? LDF-ൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നൊരു ചോദ്യത്തിന് ശൈലജയുടെ പേരാണ് ഇന്ന് കേരളമൊട്ടുക്കെ മുഴങ്ങിക്കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വെട്ടിനിരത്തുക എന്ന ഗൂഢലക്ഷ്യം ഇവിടെ നടപ്പാക്കുകയാണ്. ആദ്യത്തെ വെട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്നുമായിരുന്നു. ഒരു വട്ടം മന്ത്രിയായവർക്ക് രണ്ടാം വട്ടം മന്ത്രിയാകേണ്ടതില്ല എന്ന നിലപാടെടുത്തപ്പോൾ ശൈലജയെ വെട്ടിനിരത്തി. അപ്പോഴും പിണറായി തലയുയർത്തി നിന്ന് മുഖ്യമന്ത്രിയായി. കഴിഞ്ഞില്ല. രണ്ടാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർത്തി ഒന്നില്ലെങ്കിൽ അവരെ ഡൽഹിയിലേക്ക് പറപ്പിക്കണം, അല്ലെങ്കിൽ തോൽപ്പിച്ച് അവരുടെ പ്രതിച്ഛായ കളയണം. അതിൽ രണ്ടാമത്തെ തന്ത്രം വിജയിച്ചു. വടകരയിൽ ഷാഫിക്കെതിരെ നിർത്തി ശൈലജ തോറ്റു. അത് തോൽക്കാനുള്ള കാരണം ചില പോരാളി ഷാജിമാരുടെ വിളയാട്ടം കൊണ്ട് മാത്രമായിരുന്നു. അതോടെ ശൈലജയുടെ പ്രതിച്ഛായ ഭാഗികമായി തകർന്നു. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ കൂടുതലും ആളുകൾ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും പിണറായിയുടെ കർക്കശത്തിന് പാർട്ടി വഴങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി തന്നെയെന്ന് ഉറപ്പിച്ച് മുന്നേറുമ്പോൾ ശൈലജയെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന തരത്തിലേക്ക് പാർട്ടിയും എത്തി. അതുകൊണ്ടാണ് മട്ടന്നൂർ സീറ്റിൽ നിന്നും മാറ്റി പേരാവൂരിലേക്ക് നിർത്താനുള്ള ഈ തീരുമാനമെത്തുന്നത്. പേരാവൂർ മണ്ഡലം അത് നോക്കുകയാണെങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഹാട്രിക് മണ്ഡലം. അവിടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിനല്ല CPM ശൈലജയെ ഇറക്കുന്നത് എന്ന് ഉറപ്പാണ്. അതിന് പിന്നിൽ ഒരു വലിയ ചതിയുണ്ട്. ആ ചതി മണത്ത ശൈലജ നേരത്തെ തന്നെ പറഞ്ഞു, മട്ടന്നൂർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ മത്സരത്തിന് ഇല്ല എന്ന്. എന്നാൽ പാർട്ടി അവരെ പേരാവൂരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിലൂടെ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ ലക്ഷ്യമല്ല പിണറായി നടത്തുന്നത്. ഇത് ശൈലജയോടുള്ള വ്യക്തി വൈരാഗ്യമാണെന്ന് തെളിയുകയാണ്. പാർട്ടിയിൽ തന്നേക്കാൾ വളരുന്നവരെ വെട്ടിനിരത്തി ശീലമുള്ള പാർട്ടിയാണ് CPM എന്ന് എടുത്തു പറയേണ്ടതില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് TP ചന്ദ്രശേഖരനെന്നും പച്ചയായ സത്യമാണ്. ശൈലജയുടെ രാഷ്ട്രീയ ഭാവി നോക്കുകയാണെങ്കിൽ 5 തവണ മത്സരിച്ച ശൈലജ 4 ജയങ്ങളോടെ 20 വർഷം MLA ആയിരുന്നു. 3 മണ്ഡലങ്ങളാണ് ജയങ്ങളുണ്ടായത്. 1996-ലും 2016-ലും കൂത്തുപറമ്പിലും 2006-ൽ പേരാവൂരിലുമായിരുന്നു അംഗം വെട്ടിയത്. 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്. RSPയിലെ ഇല്ലിക്കൽ അഗസ്റ്റിയായിരുന്നു എതിരാളി. 2016-ൽ കൂത്തുപറമ്പിൽ നിന്നും 12,291 വോട്ടിന് വിജയിച്ചു. JDUവിലെ KP മോഹനനായിരുന്നു എതിരാളി. 2011-ൽ പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ സണ്ണി ജോസഫിനോട് 3,440 വോട്ടിന് പരാജയപ്പെട്ടു. 2006-ൽ പേരാവൂരിൽ 9,099 വോട്ടിന് വിജയിച്ചതിന് പിന്നാലെയാണ് KPCC പ്രസിഡന്റിനോടുള്ള തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലുള്ള തോൽവി ഏറ്റുവാങ്ങിയത്. 2011-ൽ ശൈലജയെ തോൽപ്പിച്ച സണ്ണി ജോസഫിൽ നിന്നും പേരാവൂർ തിരിച്ചുപിടിക്കാൻ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം 2016-ലും 2021-ലും പാർട്ടിയിൽ ഉയർന്നു കേട്ടുവെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങൾ നൽകുകയായിരുന്നു. ഇനിയും പാർട്ടിയുടെ ആ സുരക്ഷ ശൈലജയ്ക്ക് ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പാണ് CPM നൽകിയത്. അതോടെയാണ് പേരാവൂരിലേക്ക് നാട് കടത്തുന്നത്. സണ്ണി ജോസഫിലേക്ക് വന്നാലോ, 1970-ൽ KSU പ്രവർത്തകനായിട്ടായിരുന്നു സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയ പ്രവേശനം. 40 വർഷത്തിലധികം പാർട്ടിയിൽ പ്രവർത്തിച്ച ശേഷം 2011-ലാണ് സണ്ണി ജോസഫ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കന്നി മത്സരത്തിൽ തന്നെ അന്നത്തെ സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയെ പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടുകയായിരുന്നു. അത് തന്നെയാണ് ശൈലജയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്നുകൂടി ഇവിടെ പറയണം. അതായത് ശൈലജ വെട്ടാനെടുത്ത പിണറായിയുടെ തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഈ മണ്ഡലമാറ്റം എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ഇത് മനസ്സിലാക്കിയ ശൈലജ പാർട്ടിയോട് അതൃപ്തിയും അറിയിച്ച് രംഗത്തുവന്നതോടുകൂടി LDF കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്.